നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാസൃഷ്ടവൃദ്ധരാഭ്യാം നാഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കരപാർവതിഭ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ഇവിടെ ഈ ഭാഗവത സത്രത്തിൽ പ്രഭാഷകരായിട്ട് പങ്കെടുക്കുന്ന ആചാര്യന്മാരിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം 2 വർഷങ്ങൾക്ക് മുൻപ് 2022 നവരാത്രി കാലത്ത് ഈ ക്ഷേത്രത്തിൽ നവാഹയജ്ഞത്തിൻ്റെ ആചാര്യസ്ഥാനം വഹിച്ചത് ഈ ഉള്ളവനായിരുന്നു. അന്ന് ഒരുപാട് വ്യക്തികളുമായിട്ട് പരിചയപ്പെട്ടു. വിശേഷ ഗോപൻ ചേട്ടൻ, ബിന്ദുസാരൻ ചേട്ടൻ തുടങ്ങിയവർ. അന്നേ അവരുടെയൊക്കെ ആ സംഘാടന മികവും നേതൃപാഠവും ഒക്കെ നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഈ ഉള്ളവൻ. അതുപോലെ ഒരുപാട് അമ്മമാർ, പലർക്കും മുഖപരിചയമുണ്ട്, പക്ഷേ ആരാണ് എന്ന് വ്യക്തമാവുന്നില്ല. അമ്മയുടെ മാത്രം കാര്യമല്ല, പലരും ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ, പക്ഷേ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. 2019 മുതൽ അഖില ഭാരത ഭാഗവത സത്രവേദികളിൽ പ്രഭാഷണം നടത്താനുള്ള ഒരു മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ നിയോഗം, അത് കഴിഞ്ഞാൽ നാരായണസ്വാമിയുടെ ആ വാത്സല്യം, ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തെ പോലെയുള്ളവർ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറേ ചെറുപ്പക്കാർ കൂടി ഇത്തരത്തിലുള്ള വേദികളെ സജീവമാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി, അതോടൊപ്പം അഖില ഭാരത ഭാഗവത സത്രത്തിലെ അംഗങ്ങൾ, അതാണ്ട് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിൽ ഓർത്തപ്പോൾ തന്നെ ഇദ്ദേഹം ഇതുവഴി കടന്നുപോയി. വലിയ ആയുസാട്ടോ. അങ്ങനെ ഒരുപാട് പേര് അഖില ഭാരത ഭാഗവത സത്ര സമിതിയുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഓൺലൈൻ സത്രങ്ങളിലും നാരായണീയ സത്രത്തിലും ഒക്കെ സ്ഥിരം ഇപ്പോൾ ക്ഷണിതാവാം. അപ്പോൾ ഈ വർഷം വിഷയമിട്ടപ്പോൾ ആദരണീയനായിട്ടുള്ള സ്വാമിജി ചോദിച്ചു, ഏത് ദിവസം പറ്റും എന്ന് ചോദിച്ചു. സാധാരണ ഏകാദശ സ്കന്ധത്തിലൊക്കെ വിഷയങ്ങൾ തരാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനൊരു സപ്താഹത്തിലാണ്. ഇവിടെ പുന്നപ്രയ്ക്ക് അടുത്ത് ഒരിടത്തൊരു സപ്താഹത്തിലാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ മുടക്കം കൂടാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സമയം എനിക്ക് നൽകിയത്. ഇവിടെ പ്രഭാഷണം പറഞ്ഞിട്ട് മടങ്ങിപ്പോകാമല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾക്കും മുടക്കം ഉണ്ടാവില്ല. ഇവിടെ തന്നിരിക്കുന്ന വിഷയം ദക്ഷയാഗമാണ്. നോക്കൂ, ദക്ഷയാഗം ഭഗവാൻ ശിവന്റെ മാഹാത്മ്യം പറയുന്ന ഒരു പ്രകരണം. ഭാഗവതം സാത്വിക പ്രാധാന്യമുള്ള ഒരു പുരാണമാണ്. എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന പുരാണങ്ങൾ. ഭാഗവതം, വിഷ്ണു പുരാണം, വാമന പുരാണം, നാരദ പുരാണം, മത്സ്യപുരാണം, ഇതൊക്കെ മഹാവിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സാത്വിക ഗുണം പ്രാധാന്യമുള്ള പുരാണങ്ങളാണ്. ശിവന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന പുരാണങ്ങളുണ്ട്. ലിംഗപുരാണം, വായുപുരാണം, അഗ്നിപുരാണം, അങ്ങനെ പോകും. ബ്രഹ്മാവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ബ്രഹ്മവൈവർത്തക പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മപുരാണം, ഇങ്ങനെ പോകുന്നു. അപ്പോൾ വൈഷ്ണവ തേജസ്സിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഈ ഭാഗവതത്തിൽ ഒട്ടും പ്രാധാന്യം കുറയാത്ത സ്ഥാനം ശിവനും കൊടുത്തിട്ടുണ്ട്. അത് ഈ ദക്ഷയാഗത്തിൽ മാത്രമല്ല, ഭാഗവതത്തിലെ പലയിടങ്ങളിലും ശിവന്റെ, മഹാദേവന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ഭാഗവതം. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യംപരം ധീമഹിയിൽ ആരംഭിച്ച് സത്യംപരം ധീമഹിയിൽ അവസാനിക്കുന്ന ഭാഗവതം, അത് ആ പരബ്രഹ്മ ചൈതന്യത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. ആ പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്
മഹാവിഷ്ണുവും കൃഷ്ണനും ശിവനുമൊക്കെ. മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ശ്ലോകമുണ്ട്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഒരു യക്ഷനോട് യുധിഷ്ഠിരൻ പറയുന്നതാണ്, ഈ ഭൂമിയിലെ ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ഈ യക്ഷൻ ചോദിക്കുന്നു യുധിഷ്ഠിരനോട്. ആദരണീയ ബഹുമാനപ്പെട്ട ആലപ്പുഴ MP ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ അവർകൾ സത്രവേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ സത്രത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയും എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ ഈ സത്രത്തിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ്, നല്ല മനസ്സ് ഈ സത്രത്തിൻ്റെ വിജയത്തിന് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണെന്നുള്ള വിവരം കൂടെ സ്മരിച്ചുകൊള്ളുന്നു. നമസ്കാരം. അപ്പൊ ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ള കാര്യം ഏതാണ് എന്നാണ് ഈ യക്ഷൻ ചോദിക്കുന്നത് യുധിഷ്ഠിരനോട്. അതിന് മറുപടിയായി യുധിഷ്ഠിരൻ പറയുന്നത്, അനന്യഹാനി ഭൂതാനി ഗച്ഛന്തിഹയമാലയം ശേഷാൻ സ്ഥാപരമിച്ഛന്തി കിമാശ്ചര്യമതപരം. അനന്യഹാനി ഭൂതാനി ഗച്ഛന്തിഹ യമാലയം ശേഷാൻ സ്ഥാപരമിച്ഛന്തി ഹിമാശ്ചര്യമതപരം. ഹിമാശ്ചര്യമതപരം. നമ്മുടെ മുന്നിലാണ് നമ്മളുടെ സഹജീവികൾ ശരീരം ഉപേക്ഷിച്ച് പോകുന്നത്, മരിച്ചു വീഴുന്നത്. ഇത് നാം കാണുന്നു. പക്ഷേ എല്ലാവരുടെയും അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നാം കരുതുന്നില്ല. അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്ക് തൻ്റെ അവസ്ഥയും ഇത് തന്നെയാകും എന്നൊരു തോന്നലുണ്ടാകുന്നില്ല. സഹജീവികള് മരണമടയുമ്പോൾ, വിട പറഞ്ഞു പോകുമ്പോൾ അതിന് സാക്ഷികളായിട്ട് നിൽക്കുന്നവർക്ക് ഇതുപോലെ ഒരു ദിവസം ഇവിടെ നിന്ന് പോകേണ്ടുന്നവരാണ് നമ്മളെന്നുള്ള ബോധമില്ല. അല്ലെങ്കിൽ ആ നിത്യസത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇതാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള വസ്തുത എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്, യക്ഷപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരണം എന്ന് പറയുന്ന ഒരു നിത്യസത്യം, ഇതിനെ ആയിരുന്നു നമ്മളുടെ ആചാര്യന്മാര് പിന്തുടരുന്നത്. അവര് ആ മരണത്തെ ലഘൂകരിക്കാനും മരണഭയം ഇല്ലാതാക്കാനും ശ്രമിച്ചു. യഥാർത്ഥത്തിൽ മരണഭയം ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു മൃതസഞ്ജീവനി മന്ത്രമാണ് ഭാഗവതം.
നോക്കൂ, മരണം ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല, പക്ഷേ മരണഭയം ഇല്ലാതാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അതിനു വേണ്ടി തന്നെ ആകാം ഈ ഭാഗവതം രചിച്ചത്. അതിനോടനുബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രകരണങ്ങൾ, കഥകൾ കടന്നു വരുന്നു എന്നേ ഉള്ളൂ. ഒരിക്കല് സപ്തർഷികള് ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു. ആ യാഗഭൂമിയിൽ ബ്രഹ്മാവും ശിവനും ഉപവിഷ്ടരാണ്. അവിടേക്ക് അല്പം വൈകി പ്രജാപതിയായ പ്രതാപശാലിയായ ദക്ഷൻ കടന്നു വരുന്നു. ദക്ഷൻ കടന്നു വന്നപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ആദരപൂർവം എഴുന്നേറ്റ് നിന്നു. എന്നാൽ 2 പേര് മാത്രം എഴുന്നേറ്റ് നിന്നില്ല. ഒരാൾ ദക്ഷന്റെ പിതാവായ ബ്രഹ്മദേവനായിരുന്നു എങ്കിൽ രണ്ടാമത്തെ ആൾ ദക്ഷന്റെ മരുമകനായ ശിവനായിരുന്നു. മകളായ സതീദേവിയുടെ ഭർത്താവായ ശിവനായിരുന്നു. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ കഥ പറയുന്നത് ശ്രീശുക ബ്രഹ്മർഷി. ആ ചോദ്യം വിതുര മൈത്രേയ സംവാദത്തിന്റെ ഭാഗമാണ്. വിതുരര് മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നു, കസ്തം ചരാചര ഗുരും നിർവൈര്യം ശാന്ത വിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. ഈ ചരാചരങ്ങളുടെ പരമഗുരുവായിരിക്കുന്ന ശാന്തസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് ദക്ഷന് വിരോധം തോന്നി എന്ന് കേട്ടിട്ടുണ്ട്. അതിന് കാരണം എന്തായിരിക്കും എന്ന് മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരത്തിൻ്റെ രൂപത്തിലാണ് ശ്രീശുക ബ്രഹ്മർഷി ഈ പ്രകരണം പറയുന്നത്. അപ്പൊ 2 പേര് മാത്രം എഴുന്നേറ്റില്ല. തൻ്റെ പിതാവ് തന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കാഞ്ഞതില് ദക്ഷൻ ഒരു പരിഭവം തോന്നിയില്ല. പക്ഷേ തൻ്റെ മകളുടെ ഭർത്താവായ ശിവൻ തന്നെ നിന്ദിച്ചു. നേരത്തെ തന്നെ ശിവനോട് ഇദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള താല്പര്യമില്ല. മകളെ വിവാഹം ചെയ്ത് കൊടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വിവാഹം ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അപമാനിക്കുന്നു എന്നൊരു തോന്നൽ വന്നു. ആ സമയത്ത് ദക്ഷൻ പരിസരബോധം മറന്ന ഭഗവാനെ അപമാനിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്, ഇവന്റെ പേര് മംഗളസ്വരൂപൻ എന്നാണ്. പക്ഷേ ഇവന്റെ കണക്ക് അമംഗളമൂർത്തിയായ ഒരുവൻ ഈ ത്രിലോകങ്ങളിലും കാണില്ല. ഇവൻ അർദ്ധരാത്രി സമയത്ത് ആ ചുടലപ്പറമ്പിൽ പോയിട്ട് നൃത്തം ചെയ്യും. ശരീരമാസകലം ധരിച്ചിരിക്കുന്നത് വെണ്ണീറാണ്, ചാമ്പലാണ്. മൃതശരീരം വെണ്ണീറാകുമ്പോൾ ആ വെണ്ണീർ എടുത്ത് ധരിച്ചിരിക്കുക. ഇവന് കുറെ കൂട്ടുകാരുണ്ട്, വിരൂപന്മാരായിട്ടുള്ള ഭൂതഗണങ്ങൾ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഗായത്രി മന്ത്രം പോലെ പരിശുദ്ധയായ എൻ്റെ മകളെ ഞാൻ ഇവന് വിവാഹം ചെയ്തു കൊടുത്തു, പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല, പിതാവിനെ നിന്ദിക്കണ്ട എന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുക. അപമാനിച്ചതിന് ശേഷം ഭഗവാനെ ശപിക്കുന്നു. മേലിൽ ആരും ഇവന് യജ്ഞഭാഗം മാറ്റി വയ്ക്കാതെ പോകട്ടെ. ദക്ഷൻ ശിവനെ ശപിച്ചു. മേലിൽ ആരും ഇവന് യജ്ഞഭാഗം മാറ്റി വയ്ക്കാതെ പോകട്ടെ. അപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല, കേട്ടിരിക്കുന്നേ ഉള്ളൂ. ദക്ഷൻ ഭഗവാനെ അപമാനിച്ച് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം കേട്ടിരിക്കുക. ദക്ഷൻ പറയുന്നത് തെറ്റാണെന്ന് ഇവരാരും പറയുന്നില്ല. ഭഗവാനെ അപമാനിക്കരുത് എന്ന് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ആ യാഗത്തിന് കുറെ കാർമ്മികരുണ്ടായിരുന്നു, ഋത്തിക്കുകൾ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഭൃഗു മഹർഷി, മുഖ്യ കാർമ്മികൻ. ഭഗവാനെ അപമാനിച്ച് സംസാരിച്ചപ്പോൾ വൈഷ്ണവനായ ഭൃഗു മഹർഷിക്ക് വലിയ സന്തോഷം തോന്നി.
താടിയിലെ രോമങ്ങൾ ചലിപ്പിച്ച് ചിരിച്ചു അത്രേ. മറ്റൊരാളുണ്ടായിരുന്നു ഭഗൻ, തൻ്റെ കണ്ണുകൾ കൊണ്ട് ആനന്ദം പ്രകടിപ്പിച്ചു. പൂഷാവ് തൻ്റെ പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ചു. ചിലർക്കൊക്കെ ഇത് ഇഷ്ടമായി, മറ്റു ചിലർക്ക് ഇഷ്ടമായില്ല. എങ്കിലും ദക്ഷനെ വെറുപ്പിക്കണ്ട എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല. ഇതാണ് ലോകത്തിൻ്റെ സാമാന്യ ഗതി എന്ന് പറയുന്നത്. സമൂഹത്തിൽ ആർക്കാണ് അധികാരം, പദവി, സമ്പത്ത്, അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രമേ നമ്മളെല്ലാം നിൽക്കുകയുള്ളൂ. അവരുടെ പ്രീതിയാണ് നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ അതാ വേണ്ടത്. ധർമ്മവും സത്യവും മറ്റൊരാളുടെ ഭാഗത്താണ് എങ്കിലും അയാൾക്ക് അധികാരമോ പദവിയോ സമ്പത്തോ ഇല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കില്ല. അധികാരവും പദവിയും സമ്പത്തും ഉള്ള വ്യക്തികളുടെ പിന്നാലെ മാത്രമേ കൂടുകയുള്ളൂ. അവരെന്തു പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയില്ല. ദേവന്മാരാരും അക്ഷരം വേണ്ടിയില്ല. എന്തിനാണ് ദക്ഷനെ പിണക്കുന്നത്? ദക്ഷൻ പ്രതാപശാലിയാ. ഇവർക്കൊക്കെ ആ ദക്ഷനെ കൊണ്ട് ഗുണമുണ്ട്. എന്നാൽ ഭഗവാനെ കൊണ്ട് എന്ത് പ്രയോജനമാ മറ്റുള്ളവർക്കുള്ളത്? അന്നത്തെ അന്നത്തിന് പോലും ചിലപ്പോൾ യാചിക്കേണ്ടതായിട്ട് വരുന്നവനാണ് ഭഗവാൻ. ഭിക്ഷാന്തേഹിയാണ് ഭഗവാൻ. നമുക്ക് അനേകായിരം ദേവതാസങ്കല്പങ്ങളുണ്ട്. എല്ലാ ദേവതാസങ്കല്പങ്ങളും സമൃദ്ധിയുടെ പ്രതീകമാണ്. കണ്ടിട്ടില്ലേ? 916 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച്, പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച നമ്മുടെ ദേവതാസങ്കല്പങ്ങളെല്ലാം നിൽക്കുന്നത്. പക്ഷെ ഇദ്ദേഹം മാത്രം ഇതിൽ നിന്ന് വിഭിന്നനാ. ശിവൻ മാത്രമേ ഉള്ളൂ ഈ സമൃദ്ധിയിൽ നിന്ന് വിഭിന്നനായിട്ട് നിൽക്കുന്നത്. ചില ചിത്രങ്ങൾ കാണാം, ഭിക്ഷ യാചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരു ഒരിക്കലൊരു സുബ്രഹ്മണ്യ കീർത്തനം രചിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്നു ബാലമുരുകൻ. ചട്ടമ്പി സ്വാമിക്കും ശ്രീനാരായണ ഗുരുവിനുമൊക്കെ ഇങ്ങനെയുള്ള ദിവ്യ ചൈതന്യം കിട്ടിയത് ആ ബാല സുബ്രഹ്മണ്യ ഉപാസനയിൽ കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കീർത്തനം രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് ഒരു സന്ദേഹം. അദ്ദേഹം ഉപാസനാമൂർത്തിയായിട്ടുള്ള ആ സ്കന്ദനോട് ചോദിക്കുന്നു, സുബ്രഹ്മണ്യനോട് ചോദിക്കുന്നു, അലയോ മുരുക, ഈയിടെയായിട്ട് ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ തെറ്റുകൾക്കൊന്നും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താ? ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെന്നെ നീ ശിക്ഷിക്കുന്നില്ലല്ലോ. അതിന്റെ ഉത്തരം അദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് ഒരു ശ്ലോകം രചിച്ചു. എച്ചിൽ ചോറുണ്ട പിള്ളയ്ക്ക് ഇനിയ മകനാം നീ ഇരപ്പാളി. എന്താ? എച്ചിൽ ചോറുണ്ട പിള്ളയ്ക്ക് ഇനിയ മകനാം നീ ഇരപ്പാളി. എച്ചിൽ ചോറുണ്ട പിള്ള, ആ പിള്ളയുടെ മകനായ നീ ഇരപ്പാളിയാ. അപ്പൊ എച്ചിൽ ചോറുണ്ട പിള്ള ആരാ? നിന്റെ അച്ഛനാ. നിന്റെ അച്ഛൻ പണ്ട് കാശിയുടെ തെരുവോരങ്ങളിൽ കൂടി ഭിക്ഷ യാചിച്ചു നടന്നു. അത് നിന്റെ അമ്മയായ ശ്രീപാർവതീ ദേവി അന്നപൂർണേശ്വരി ഭാവത്തില് നിന്റെ പിതാവിന്, നിന്റെ അച്ഛന് ഭിക്ഷ കൊടുത്തു. ഒരു അക്ഷയ തൃതീയ ദിവസം അല്ലേ? അന്നപൂർണേശ്വരിയുടെ അവതാരം ഉണ്ടാകുന്ന അക്ഷയ തൃതീയ ദിവസമാണ്. വരുന്നുണ്ട് അക്ഷയ തൃതീയ അല്ലേ? അപ്പം അന്നത്തെ ദിവസം 2 ദിവസത്തിന് മുമ്പിട്ട് പത്രങ്ങളൊക്കെ കാണും, ഇന്ന് സ്വർണം വാങ്ങിച്ചാൽ എന്നേക്കും ഇരിക്കുമെന്ന്. ഒരു സംശയം വേണ്ട, 1 മാസത്തിനകത്ത് വെച്ചിട്ട് മുത്തൂറ്റിയാരന്മാരെ കൊണ്ടുപോകും. കാരണം ഇന്ന് സ്വർണം വാങ്ങിക്കുന്നത് വീട്ടിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്.
അപ്പൊ അന്നത്തെ ദിവസം നമ്മളെ എവിടുന്നെങ്കിലും പാലിശയ്ക്ക് പണം എടുത്തുകൊണ്ടാണ് ജുവലറികളുടെ മുന്നിലേക്ക് പോകുന്നത്. അന്ന് വാങ്ങിച്ചാൽ എന്തോ നേട്ടമാണെന്നാണ്. ഇതൊക്കെ എന്ന് മുതലാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊന്നും നമ്മുടെ പുരാണങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് അന്നപൂർണേശ്വരന് അവതാരമുണ്ടായ ദിവസമാണ്. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ഭാഗീരഥൻ ഭഗവാന്റെ ജടയിൽ നിന്ന് ആ സ്വർഗീയ ഗംഗയെ തൻ്റെ പിതൃക്കളുടെ മോക്ഷത്തിനായിട്ട് ഭൂമിയിലേക്ക് പതിപ്പിച്ച ദിവസമാണ്. അക്ഷയ തൃതീയ ബലഭദ്രരാമന്റെ ജന്മദിനമാണ് എന്ന് പറയുന്നു. ഉത്തരേന്ത്യയിലൊക്കെ പുതുവർഷ ദിനമാണ്. നല്ല ദിനമാണ്, പക്ഷെ അത് സ്വർണം മാത്രം വാങ്ങിക്കാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചു. കാരണം മലയാളികളെ എളുപ്പം പറ്റിക്കാം. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? നിന്റെ അച്ഛൻ ഒരു ഭിക്ഷാംദേഹിയായിരുന്നു. അപ്പൊ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ അച്ഛൻ തെണ്ടിയായിരുന്നു. ഇനി നീ മോശക്കാരനാണോ? പണ്ട് നിന്റെ മാതാപിതാക്കളോട് പിണങ്ങി നീ ആ വെള്ളിമാമലയിലേക്ക് പോയില്ലേ? എങ്ങനെയായിരുന്നു മുരുക നീ പോയത്? നീയും ഭിക്ഷ തെണ്ടിയാ പോയത്, ഭിക്ഷ യാചിച്ചാ പോയത്. അപ്പൊ നീ തെണ്ടി, നിന്റെ അച്ഛൻ തെണ്ടി, നിങ്ങളെ രണ്ടുപേരെ ഉപാസിക്കുന്ന ഞാൻ പരമതെണ്ടി. അപ്പൊ നമ്മൾ 3 പേരും ഒരു ഗണത്തിൽ വരും. അതുകൊണ്ടായിരിക്കും എന്നെ ശിക്ഷിക്കാത്തത്. നോക്കൂ, രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും വളരെ വ്യാപ്തിയുണ്ട്. കാരണം ഭഗവാന്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് ആരും ഭഗവാനോടൊപ്പം ചേർന്നതുമില്ല. പക്ഷെ ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ നായകനായിട്ടുള്ള നന്ദികേശ്വരന് അത് സഹിച്ചില്ല. നന്ദികേശ്വരൻ ദേവന്മാരോടായിട്ട് പറയുന്നു, അല്ലയോ ദേവന്മാരെ, പരമഗുരുവായിട്ടുള്ള ഭഗവാനെ അപമാനിച്ച് ദക്ഷൻ സംസാരിച്ചിട്ടും നിങ്ങൾ ആരും ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ലല്ലോ. ദക്ഷന്റെ പ്രീതി നിലനിർത്തുന്നതിന് വേണ്ടിയാവും. അല്ലയോ ഋഷിമാരെ, ബ്രാഹ്മണരെ, നിങ്ങളിത് കേട്ട് ആസ്വദിച്ച് ചിരിച്ചു. നിങ്ങളെ ഞാനിതാ ശപിക്കുന്നു. നിങ്ങളുടെ പൗരോഹിത്യം കച്ചവടവൽക്കരിക്കപ്പെട്ടു പോട്ടെ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഫലേച്ഛയോടുകൂടി ആവട്ടെ എന്ന് ബ്രാഹ്മണരെ ശപിച്ചു. എന്നിട്ട് ദക്ഷ പ്രജാപതിയോട് പറയുന്നു, അഹങ്കാരത്തിന്റെ പ്രതീകമായ ദക്ഷ, നിന്റെ ശിരസിന്റെ സ്ഥാനത്ത് ആടിന്റെ ശിരസ് ഇടം പിടിക്കട്ടെ. നീ ഭോഗതൽപരനായിട്ട് തീരട്ടെ എന്നൊക്കെ ശപിച്ചു. അപ്പൊ ഈ ബ്രാഹ്മണരെ ശപിച്ചത് ഭൃഗുമഹർഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഭൃഗുമഹർഷി എഴുന്നേറ്റ് നിന്ന് തിരിച്ച് ശപിച്ചു. ശിവനെ ഉപാസിക്കുന്നവര് വേദമന്ത്ര വിരോധികളായി തീരട്ടെ. വേദോപാസനയിൽ ശിവന് പ്രാധാന്യം നഷ്ടപ്പെടട്ടെ. അവര് തന്ത്രമാർഗത്തിൽ കൂടി കാലഭൈരവനെ ഉപാസിക്കുന്നവരായി തീരട്ടെ. ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവ ഉപാസന എന്ന് പറയുന്നത് നിഗമാഗമ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വേദ വിധിപ്രകാരമല്ല. കാലഭൈരവൻ എന്ന് പറയുന്ന കാശി വിശ്വനാഥനാണ്. അപ്പൊ 2 കൂട്ടരും ശപിച്ചിട്ട് പോയി. ഭഗവാൻ ഇതൊക്കെ മറന്നു, പക്ഷെ ദക്ഷൻ മറന്നില്ല. ദക്ഷൻ ഭഗവാനെ അപമാനിക്കുന്നതിനായിട്ട് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു, വാജപേയ യാഗം. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ ഭഗവാനെ ക്ഷണിക്കുന്നില്ല. ഭഗവാനെ മാത്രം ഒഴിവാക്കി. എന്ന് മാത്രമല്ല, യജ്ഞഭാഗം മാറ്റിവെച്ചതുമില്ല. അതുകൊണ്ടും കലി തീരാഞ്ഞ് മറ്റൊരു യാഗം കൂടി നടത്താനായിട്ട് തീരുമാനിച്ചു, ബൃഹസ്പതി സ്തപം. ഈ പ്രപഞ്ചം അതിനു മുൻപോ പിൻപോ അത്തരത്തിലൊരു യാഗം കണ്ടിട്ടില്ല. പക്ഷെ ലക്ഷ്യം എന്തായിരുന്നു യാഗത്തിന്റെ? ഭഗവാനെ അപമാനിക്കുക. എല്ലാവരെയും ക്ഷണിച്ചു. ദേവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, കിംപുരുഷന്മാര്, വിദ്യാധരന്മാര്,
അപ്സരഗണങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചു. ഒരാളെ മാത്രം ഒഴിവാക്കി, പരമ്പൊരുളായ ശിവനെ. അപ്പൊ സതീദേവി ഈ വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. ദേവന്മാരുടെ ഇടയിലെല്ലാം ഈ യാഗത്തെക്കുറിച്ചാണ് ചർച്ച, ദക്ഷന്റെ യാഗത്തെക്കുറിച്ചാണ് ചർച്ച. അതിന്റെ കേമത്തരത്തെക്കുറിച്ചൊക്കെ ആ ഉത്തുംഗ കൈലാസത്തില് മഹാദേവനോടൊപ്പം വസിക്കുന്ന ദേവി കേൾക്കുന്നുണ്ട്. ദേവിക്ക് ആ യാഗഭൂമിയിൽ പോകണം എന്നൊരാഗ്രഹം കലശലായി. പക്ഷെ ഭഗവാനോട് ചോദിച്ചാൽ അനുവാദം കിട്ടില്ല എന്നറിയാം. എങ്കിലും ഒരു ദിവസം സ്നേഹഭാവത്തിൽ ഭഗവാനെ തലോടിക്കൊണ്ട് സതീദേവി ഭഗവാനോട് പറയുന്നു, അച്ഛൻ യാഗം തുടങ്ങിയത് അങ്ങ് അറിഞ്ഞുവോ? അപ്പൊ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അപ്പൊ ഭഗവാൻ സതീദേവിയോട് പറയുന്നു, അതിന് നമ്മളെ ക്ഷണിച്ചില്ലല്ലോ സതീദേവി, നമ്മളെ എന്തിനാ പ്രത്യേകിച്ച് ക്ഷണിക്കുന്നത്? പിതാവിൻ്റെയും ഗുരുനാഥന്റെയും ഗൃഹത്തില് ക്ഷണിക്കാതെ തന്നെ പോകാം എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ നാം അവിടെ ചെന്നാൽ അപമാനിതരാവില്ല എന്ന് ദേവിക്ക് ഉറപ്പുണ്ടോ? സതീദേവി, എന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദക്ഷൻ ഈ യാഗം നടത്തുന്നത്, അത് ദേവി മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഒരു ചെറിയ കുടുംബകലഹം തുടങ്ങി, ഏത് വീട്ടിൽ സംഭവിക്കുന്നത് പോലെ. സതീദേവി ഭഗവാനോട് പറയുന്നു, എൻ്റെ പിതാവ് ആ യജ്ഞശാലയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആദരിക്കാഞ്ഞത് കൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്? എൻ്റെ പിതാവല്ലേ അദ്ദേഹത്തെ ആദരിച്ചത് കൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഭഗവാൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് നിന്നില്ല, ആദരവ് പ്രകടിപ്പിച്ചില്ല, സത്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ആദരവ് പ്രകടിപ്പിച്ചില്ല എന്ന് ദേവി മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ഉള്ളില് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്, ആത്മസ്വരൂപനായിട്ട് കുടികൊള്ളുന്നു, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. ആ ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ അന്തരംഗം ഒരു നിലവിളക്ക് പോലെ ജ്വലിക്കും. ഭഗവാന്റെ സാന്നിധ്യം ഗുരുത്വത്തിന്റെ രൂപത്തിൽ അറിയാൻ സാധിക്കും. ഇപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളില് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് ഭാഗവതം മാത്രമല്ല, നമ്മളുടെ വിചാരധാരയിലെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈശ്വരൻ പുറത്തു മാത്രമല്ല അകത്തും ഉണ്ടെന്ന്. എന്നാൽ നമ്മളുടെ ഉള്ളില് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമുണ്ടാവും, അഹംബോധം ഉണ്ടാവും. ഈ അഹംബോധം ഉണ്ടാകുന്ന കാലം മുതൽ നമ്മളുടെ ആ പ്രയാണം നാശത്തിലേക്കായിരിക്കും. ഈ അഹങ്കാരം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ തിരിച്ചടികളൊന്നും കിട്ടി എന്ന് വരില്ല. എന്നാൽ അനേക കാലം കഴിയുമ്പോൾ ഈ ഭാവം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാവും. നമ്മിൽ നിന്നും അഭേദ്യമായിട്ടുള്ള തലത്തില് ആ അഹംബോധം ഇടം പിടിക്കും. ഈ ക്യാൻസർ രോഗം പോലെയാണ്.
ചിലപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്റ്റേജിൽ മാത്രമേ കണ്ടുപിടിക്കപ്പെടൂ, പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ അഹങ്കാരം, അഹംബോധം അഥവാ ഞാനെന്ന് പറയുന്ന ഭാവം. ഇത് നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം നമ്മുടെ ഉള്ളില് അഭേദ്യമായിട്ടുള്ള രീതിയിൽ, നമ്മിൽ നിന്നും അഭേദ്യമായിട്ടുള്ള രീതിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ചില അതിഥികൾ അവിടേക്ക് കടന്നു വരും. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിന്റെ കൂട്ടുകാരായിട്ട് ചിലർ കടന്നു വരും. എവിടേക്കാ കടന്നു വരുന്നത്? എവിടെയായി ഞാനെന്ന് പറയുന്ന ഭാവം ഇരിക്കുന്നത്? എവിടെയാ ഈശ്വരൻ ഇരിക്കുന്നത്? നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ. ഗുരുവായൂരപ്പ എന്റെ ചിത്തത്തിൽ ഇരിക്കണേന്നാ പറഞ്ഞത്. ചിത്തത്തിന് അർത്ഥം പറയാറുള്ളത് മനസ്സെന്നാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചിത്തം എന്ന് പറയുന്ന വാക്കിന് മനസ്സെന്നൊരു അർത്ഥം കൊടുത്താൽ നമുക്ക് മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ഉണ്ടോ? മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ഉണ്ടോ? ഇന്നേവരെ ഒരു ഡോക്ടർക്കും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇല്ലാത്ത ഒന്നാണ് മനസ്സ്. അപ്പൊ ഇല്ലാത്ത ഒന്നിൽ ഈശ്വരൻ ഇരിക്കുവോ? സാധ്യതയില്ല. അപ്പൊ മേൽപ്പത്തൂർ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ചിത്തം കൊണ്ട് ഗുരുവായൂരപ്പ എന്റെ ഹൃദയത്തിലിരിക്കണേ. അപ്പൊ ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഇടനെഞ്ചിലാ. ഈ ഞാനെന്ന് പറയുന്ന ഭാവം അഥവാ അഹംബോധവും എവിടായിരിക്കുന്നത്? ഈശ്വരൻ ഇടത് ഭാഗത്താണെങ്കിൽ വലത് ഭാഗത്തിരിക്കും അഹങ്കാരം, അഹംബോധം ഇവിടെയാ ഇരിക്കുന്നത്. പക്ഷേ ഈ അഹങ്കാരം ഏത് അവയവം കൊണ്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഏത് അവയവം കൊണ്ടാ? ഈ ശിരസ് കൊണ്ടാ. ഇവിടെയാ ഇരിക്കുന്നത്, പക്ഷെ ഇത് പ്രകടിപ്പിക്കുന്നത് ഇവിടം കൊണ്ടാ. അതുകൊണ്ടാ തലക്കനം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരന്റെ തൊട്ടിപ്പുറത്താണ് അഹങ്കാരം ഇരിക്കുന്നത്. അപ്പൊ ഈ കടന്നു വരുന്ന കൂട്ടുകാര്, അതിഥികളും എവിടാ ഇരിക്കുന്നത്? ചേക്കേറുന്ന എവിടാ? ഭഗവാൻ ഇരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത്. ഒരു 8 പേര് കടന്നു വരുമെന്നാ പറയുന്നത്. അഹങ്കാരം വന്നാല്, അഹംഭാവം ഉണ്ടായാൽ ആരൊക്കെയാ ആ 8 പേര് അതിഥികള്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, രാഗം, ദ്വേഷം. ഇവർ 8 പേരും കൂടി കടന്നു വരും. അപ്പൊ ഈശ്വരൻ ഇരിക്കുന്നതിന്റെ വലതുഭാഗത്തായിട്ട് അഹങ്കാരം ഇരിക്കുന്നു. അതിന് ചുറ്റിലുമായിട്ട് ഈ അഷ്ടരാഗങ്ങൾ ഇരിക്കുന്നു. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ അഷ്ടരാഗങ്ങൾ പെറ്റു പെരുകാനായിട്ട് തുടങ്ങും. അപ്പോഴത്തേക്ക് വലിയ ദുർഗന്ധമൊക്കെ ഉണ്ടാവും. ഈശ്വരന് എത്ര ശ്രമിച്ചാലും അവിടെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈശ്വരൻ ഈ ഇടനെഞ്ചിൽ നിന്ന് മാറും. അപ്പൊ എന്ത് ചെയ്തു? ഈ അഹംഭാവം ഉണ്ടായപ്പോൾ തന്നെ നിലവിളക്ക് കെട്ടു തുടങ്ങി. ഇപ്പൊ ഈശ്വരൻ ഇവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് എന്താ? അവിടെ നിലവിളക്കുണ്ടോ? ഈശ്വരനുണ്ടോ? ഇല്ല. പരമഗുരുവായ ഗുരുവായൂരപ്പൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അതോടുകൂടി ഗുരുത്വവും പോയി. ഗുരുവായൂരപ്പൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഗുരുത്വം തോന്നുന്നത്. ഇപ്പം ഗുരുത്വം ഇല്ല. അപ്പൊ ഭഗവാൻ പറയുന്നു, സതീദേവി, നാം ഒരാളെ കാണുമ്പോൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അയാളുടെ ബാഹ്യരൂപത്തെ ബഹുമാനിക്കുന്നതിനല്ല, സമ്പത്തിനെയോ പദവിയെയോ അധികാരത്തെയോ ബഹുമാനിക്കുന്നതിനല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഈശ്വരനെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാ. എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്, അവരൻ്റെ ഉള്ളിലുമുണ്ട് ഈശ്വരൻ. അപ്പൊ ഞാനെന്നും എൻ്റേതെന്നും ഭാവമുള്ള ഒരുവന്റെ ഉള്ളിൽ ആ ഈശ്വരൻ ഇല്ല. അവന്റെ ഉള്ളിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണം? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. അത് ഇപ്പം ചിന്തിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഈ പ്രഭാഷണങ്ങളെയൊക്കെ ഒന്ന് മനനം ചെയ്തു നോക്കണം. ദക്ഷൻ അഹങ്കാരിയായതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാഞ്ഞത്.
സതീദേവി പറഞ്ഞു, അങ്ങ് വലിയ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്, എനിക്കിതൊന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല. കാരണം ഞാനൊരു സാധാരണ പെണ്ണ. ഒന്നെനിക്കറിയാം, ദക്ഷ പ്രജാപതി എൻ്റെ പിതാവാണ്, അങ്ങ് എൻ്റെ പതിയുമാണ്. പിന്നെ സതീദേവി ഭഗവാനോട് അനുവാദം ചോദിക്കുന്നില്ല. പക്ഷേ ദേവിയുടെ ഉള്ളില് ഈ ആഗ്രഹം കലശലായിട്ട് വരിക, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം സതീദേവി ഭഗവാനോട് ഒന്നും പറയാതെ പിതാവിൻ്റെ യാഗഭൂമി ലക്ഷ്യമാക്കി ഇറങ്ങി നടക്കുക. കുറെ ദൂരം ചെന്നപ്പോൾ ദേവി പതിവായിട്ട് നീരാടുന്ന ആ അളകനന്ദ നദിയിലെ കുളിക്കടവ് കണ്ടു. പെട്ടെന്ന് ദേവിക്കൊരു കുറ്റബോധം ഉണ്ടായി. എൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളെ ധിക്കരിച്ചിട്ടാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത്. കുറ്റബോധം തോന്നി, കൈലാസത്തിലേക്ക് തന്നെ മടങ്ങി. എന്നാൽ അവിടെ ചെന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, വീണ്ടും പോകണമെന്നുള്ള ആഗ്രഹം. കുറെ കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നടന്നു. കുറെ ദൂരം സഞ്ചരിച്ചു, കുറ്റബോധം തോന്നി, മടങ്ങി വന്നു. ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു. അതോടുകൂടി സതീദേവിയുടെ മനോനില പോലും നിയന്ത്രണാതീതമായി. നമുക്ക് സങ്കടമുണ്ടാകുന്ന ആ അവസരങ്ങളിൽ അതിനോടൊപ്പം കോപവും വരും. സങ്കടമുണ്ടാകുമ്പോൾ കോപം ഉണ്ടാവും. വീട്ടിൽ ഭർത്താവിനോട് എന്തോ പറഞ്ഞ് പിണങ്ങി, മുറിയിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഭാര്യ. അപ്പോഴാണ് 2 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് അടുത്ത് വന്നിട്ട് എന്തോ അമ്മയോട് ചോദിച്ചത്. ഒന്നും ആലോചിച്ചില്ല, ഇടത്തെ കൈ വെച്ച് കുഞ്ഞിന്റെ കവിളത്ത്, 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കവിളത്തൊന്നങ്ങ് പൊട്ടിച്ചു. കുഞ്ഞ് കരയുമ്പോഴാണ് സുബോധത്തിലേക്ക് വന്നത്. അവിടെ സങ്കടവും കോപവും എല്ലാം ചേർന്നൊരവസ്ഥയിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ഒരു പെറ്റമ്മയും കുഞ്ഞിനെ ഉപദ്രവിക്കില്ല. പക്ഷെ ചെയ്തിട്ടുള്ള അമ്മമാരിവിടെ കാണും. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ സങ്കടവും കോപവും കൂടി ചേർന്നൊരവസ്ഥയിലെത്തി. പിന്നീട് സതീദേവി ഇറങ്ങി പോവുകയാണ്. പിന്നെ തിരികെ വന്നില്ല. അപ്പോൾ ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ നായകന്മാരായിട്ടുള്ള മണിമാനും നന്ദികേശ്വരനുമെല്ലാം പിന്നാലെ പോകുന്നു. സതീദേവി പിതാവിൻ്റെ യാഗഭൂമിയിൽ എത്തിച്ചേരുന്നു. അമ്മയും സഹോദരിമാരും ഒക്കെ വന്ന് സ്വീകരിച്ചു. ദക്ഷൻ മകൾ വരുന്നത് കണ്ടു, പക്ഷെ കണ്ട ഭാവം പോലും കാണിച്ചില്ല. ദക്ഷൻ പരിഗണിക്കാതെ ഇരുന്നത് കൊണ്ട് ദേവന്മാരും കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. സതീദേവി നോക്കുമ്പോൾ അവിടെ എല്ലാ ദേവന്മാരും ഉണ്ട്, 3 പേര് മാത്രമില്ല. അവര് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാണ്. എന്നാൽ യജ്ഞത്തിൽ പങ്കെടുക്കാത്ത ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇലയിട്ട് യജ്ഞഭാഗം മാറ്റിവെച്ചിട്ടുണ്ട്. ഇലയിട്ട് യജ്ഞഭാഗം മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഭഗവാന് യജ്ഞഭാഗവും മാറ്റിവെച്ചിട്ടില്ല. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുള് സതീദേവി മനസ്സിലാക്കുന്നത്. എന്നെ അപമാനിക്കുന്നതിന് വേണ്ടി മാത്രമായി ഈ യാഗം. ദേവിക്ക് വലിയ സങ്കടം ഉണ്ടായി, കോപമുണ്ടായി. ദേവി അവിടെ ഇരുന്ന ദേവന്മാരോടായിട്ട് ചോദിക്കുന്നു, അല്ലയോ ദേവന്മാരെ, പരമഗുരുവായ ശിവനെ എൻ്റെ പിതാവ് അപമാനിച്ചപ്പോൾ നിങ്ങൾ ആരും ഒരക്ഷരം എതിർത്ത് പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാം ഇതിന് കൂട്ടു നിൽക്കുകയാണോ? ശിവൻ ഒരേ സമയം മംഗളസ്വരൂപനും അതേസമയം തന്നെ അമംഗളകാരിയുമാണ് എന്ന് നിങ്ങൾക്കറിയാത്തതല്ലോ ദേവന്മാരെ. ശിവൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം മംഗളസ്വരൂപൻ എന്നാണ്. പക്ഷേ ഭഗവാന്റെ ചില കർമ്മങ്ങള് മംഗളകരവുമല്ല. അതാണ് നേരത്തെ ദക്ഷൻ സൂചിപ്പിച്ചത്. ഇവൻ അർദ്ധരാത്രി സമയത്ത് ആ ചുടലപ്പറമ്പിൽ പോയിട്ട് നൃത്തം ചെയ്യും, നിലവിളിക്കും,
അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ ചുടലപ്പറമ്പിൽ പോയിട്ട് നൃത്തം ചെയ്യാറുണ്ട്. പ്രത്യക്ഷത്തിൽ അത് അമംഗളകരമായിട്ടുള്ള ഒരു കർമ്മമാണെന്ന് തോന്നുമെങ്കിലും നമ്മളെ ഒരു ജീവിത സത്യം പഠിപ്പിക്കുക. അല്ലയോ മനുഷ്യ, നിന്റെ ജീവിത സഞ്ചാരം അവസാനിക്കുന്നത് ഈ ചുടലപ്പറമ്പിലെ 6 അടി മണ്ണിലാ. നീ ജീവിച്ചിരുന്നപ്പോൾ എത്ര പേരെ കരയിപ്പിച്ചു, എത്ര പേരുടെ കണ്ണുനീരിന് വിലയിട്ടു, ഒരുപാട് ജീവിതങ്ങളെ നീ ചവിട്ടി മതിച്ചില്ലേ? ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എന്ത് നേടി? നീ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു കർമ്മങ്ങൾ ചെയ്തത്? നിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ടാ. നിന്റെ അന്ത്യയാത്രയില് ആരെങ്കിലും നിന്നെ അനുഗമിക്കുന്നുണ്ടോ? നിന്റെ കൂട്ടിന് വരുന്നുണ്ടോ? നീ ഇവിടെ ഏകനായിട്ടാ വന്നത്. അതുകൊണ്ട് മടങ്ങുമ്പോഴും ഏകനായിട്ട് തന്നെ മടങ്ങണം. ഈ ശരീരത്തെ ദേഹമെന്നാ വിളിക്കുന്നത്. ദേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഹിക്കാനുള്ളത് എന്തോ അതാണ് ദേഹം. അപ്പം ദഹിക്കാനുള്ളതാ ഇന്നല്ലെങ്കിൽ നാളെ. നമ്മൾ എന്തിനാ നമ്മളുടെ ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്? മറ്റു പലർക്കും അന്നമാകുന്നതിന് വേണ്ടിയിട്ട്. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയെടുക്കും. ഒരു ദിവസം ഈ ശരീരം ചേതനയറ്റ് പതിക്കും. ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ചുടലപ്പറമ്പിൽ വെക്കും. ആ ശരീരം ഒരുപിടി ചാരമായിട്ട് മാറും. എടുത്ത് ചെടികളുടെയോ വൃക്ഷങ്ങളുടെയോ മൂട്ടിലിട്ട് കൊടുക്കും. അവര് ഭക്ഷിക്കും. വേണ്ട, ദഹിപ്പിക്കുന്നില്ല, കുടിച്ചിട്ടേക്കാം. മണ്ണിന്റെ അടിയിലുള്ള വിരകളും സൂക്ഷ്മജീവികളും വന്ന് ഈ ശരീരം ഭക്ഷിക്കും. അപ്പൊ ദഹിക്കാനുള്ളതാണ് ഈ ശരീരം. മാത്രമല്ല, ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് ഭക്ഷണമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കാനാണ് സപ്താഹങ്ങളും സത്രവും ഒക്കെ നടത്തപ്പെടുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഭഗവാൻ ആ ചുടലപ്പറമ്പിലെ വെണ്ണീറാണ് ഭൂഷണമാക്കിയിട്ടുള്ളത്. ഭസ്മാന്തേ ശരീരം എന്നാ പറയുന്നത്. ഒരുപിടി ചാരമായിട്ട് മാറാനുള്ളതാ. അപ്പോൾ ഭഗവാനെ അമംഗളമൂർത്തി എന്ന് പരിഹസിക്കുന്നു. എൻ്റെ പതിയുടെ വാക്കുകളെ ധിക്കരിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സ്നേഹം കൂടുമ്പോൾ എൻ്റെ പതി എന്നെ വിളിക്കുന്നത് ദാക്ഷായണി ദാക്ഷായണി എന്നാ, ദക്ഷപുത്രി. ഇനി എൻ്റെ പതി ദാക്ഷായണി ദാക്ഷായണി എന്ന് വിളിക്കുമ്പോൾ അത് കേട്ട് നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഞാനിനി കൈലാസത്തിലേക്ക് പോകുന്നില്ല. സതീദേവി മഞ്ഞ വസ്ത്രം ധരിക്കുന്നു, വടക്ക് ദിക്കിന് അഭിമുഖമായിട്ടിരിക്കുന്നു. തൻ്റെ ശരീരത്തിലേക്ക് അഗ്നിയെയും വായുവിനെയും സംയോജിപ്പിക്കുന്നു. നിമിഷ നേരം കൊണ്ട് സതീദേവി ഒരു പിടി ചാരമായിട്ട് മാറി. കണ്ടു നിന്നവരെല്ലാം ഞെട്ടിപ്പോയി. ദക്ഷന് മാത്രം ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. സ്വന്തം അച്ഛന്റെ മുന്നിലായിരുന്നു അവർ പിടഞ്ഞു മരിച്ചത്. അദ്ദേഹം നിർനിമിഷനായിട്ട് കണ്ടുകൊണ്ടിരുന്നു. നാരദ മഹർഷിയാണ് ഈ വിവരം ഭഗവാനോട് പറയുന്നത്. ഭഗവാൻ ഉറക്ക നിലവിളിക്കുന്നു. പിന്നീട് താണ്ഡവ നടനം ആരംഭിക്കുന്നു. തൻ്റെ ജട വലിച്ചു പറിച്ച് നിലത്താഞ്ഞിടിക്കുന്നു. ആ ജടയിൽ നിന്ന് ഒരു ഭീകര സത്വം രൂപപ്പെട്ടു. ഭഗവാൻ അവന് വീരഭദ്രൻ എന്ന് നാമകരണം ചെയ്തു. വീരഭദ്രനോട് പറയുന്നു, ദക്ഷന്റെ യാഗഭൂമിയിലേക്ക് പോകണം, ദക്ഷന്റെ യാഗം നശിപ്പിക്കണം, അവനെ വധിക്കണം. ഭൂതഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് വീരഭദ്രൻ ദക്ഷന്റെ യാഗഭൂമിയിലേക്ക് പോവുക. എല്ലാം നശിപ്പിച്ചു. ആ യാഗഭൂമി മുഴുവൻ തച്ചു തകർത്തു. സ്ത്രീകളെ എല്ലാം ഭയപ്പെടുത്തി, ദേവന്മാരെ എല്ലാം ഉപദ്രവിച്ചു.
പണ്ട് ദക്ഷൻ ഭഗവാനെ അപമാനിച്ച് സംസാരിച്ചപ്പോൾ തൻ്റെ താടി രോമങ്ങൾ ചലിപ്പിച്ച് സന്തോഷം പ്രകടിപ്പിച്ച ഭൃഗുമഹർഷിയുടെ താടിയിലെ രോമങ്ങളെല്ലാം വീരഭദ്രൻ വലിച്ചു പിഴുതു. കണ്ണുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച ഭഗന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. പല്ല് പുറത്തു കാട്ടി ചിരിച്ച പൂഷാവിന്റെ പല്ലെല്ലാം അടിച്ചു ഒഴിച്ചു. ആ യാഗഭൂമിയിലെല്ലാം മലമൂത്ര വിസർജനങ്ങളെല്ലാം നടത്തി. ദക്ഷനും വീരഭദ്രനുമായിട്ട് മൽപ്പിടുത്തമായി. വീരഭദ്രൻ വാളെടുക്കുന്നു ദക്ഷന്റെ ഗളം ഛേദിക്കുന്നതിനായിട്ട്. പക്ഷെ കൈകൾ സ്തംഭിച്ചു പോയത്രേ. കൈകള് സ്തംഭിച്ചു പോയി. ആയുധം കൊണ്ട് വധിക്കാൻ സാധിക്കില്ല. ഒടുവിൽ ആയുധം ഉപേക്ഷിച്ച് ഒരു കോഴിക്കുഞ്ഞിന്റെ കഴുത്ത് പിരിച്ചെടുക്കുന്ന ലാഘവത്തോടുകൂടി ദക്ഷന്റെ കഴുത്ത് പിരിച്ചെടുത്ത് ആ ഹോമകുണ്ടത്തിൽ അർപ്പിച്ചു. അതൊരു പിടി ചാരമായിട്ട് മാറി. ദക്ഷന്റെ യാഗം മുടങ്ങി. ബ്രഹ്മാവും വിഷ്ണുവും ഭഗവാനെ തേടി കൈലാസത്തിലേക്ക് വരികയാണ്. പോകുന്ന വഴിയിൽ അളകനന്ദാ നദിയുടെ തീരത്ത് 1,00,000 യോജന വലിപ്പമുള്ള ഒരു പേരാലിന്റെ ചുവട്ടില് ഭഗവാൻ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്നു കണ്ടു. ഭഗവാനെ സ്തുതിച്ച് ഉണർത്തുന്നു. ശാന്തഗംഭീരനായിട്ട് ഭഗവാൻ കണ്ണു തുറന്നു. ബ്രഹ്മാവ് പറയുന്നു, ദക്ഷന്റെ യാഗം മുടങ്ങി. അത് പൂർത്തീകരിക്കപ്പെടേണ്ടത് അനിവാര്യതയാണ്. അതിന് അങ്ങ് അനുവാദം നൽകണം. അപ്പൊ യാഗം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ യാഗത്തിന്റെ യജമാനൻ പുനർജീവിക്കണം. യാഗത്തിന്റെ യജമാനൻ കൊല്ലപ്പെട്ടു പോയി. ഭഗവാൻ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടുമായിട്ട് പറയുന്നു, ദക്ഷന്റെ യാഗം പൂർത്തീകരിക്കപ്പെടട്ടെ. വടക്ക് ദിക്കിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന മൃഗത്തിന്റെ ശിരസ് ഛേദിച്ചു കൊണ്ടുവന്ന് ദക്ഷന്റെ നഷ്ടപ്പെട്ടു പോയ ശിരസിന്റെ സ്ഥാനത്ത് വച്ച് പിടിപ്പിക്കട്ടെ. ബ്രഹ്മദേവൻ ദക്ഷനെ പുനർജീവിപ്പിക്കട്ടെ എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ വടക്ക് ദിക്കിലേക്ക് പോയവരെ ആദ്യം കാണുന്നത് ഒരു അജത്തെയായിരുന്നു, ഒരു ആടിനെയായിരുന്നു. അതിന്റെ ശിരസ് ഛേദിച്ചു കൊണ്ടുവന്ന് ദക്ഷന്റെ നഷ്ടപ്പെട്ടു പോയ ശിരസിന്റെ സ്ഥാനത്ത് വച്ചു പിടിപ്പിച്ചു. ബ്രഹ്മദേവൻ പുനർജീവിപ്പിച്ചു. ദക്ഷൻ പുനർജീവിച്ചു. ദക്ഷന് കുറ്റബോധം തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തോ ഒന്ന് പറയാനായിട്ട് ദക്ഷൻ ശ്രമിച്ചു. അപ്പോൾ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. എന്തോ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു, പക്ഷെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. മേ മേ. അറിയാമല്ലോ എന്തിന്റെ ശബ്ദമാണെന്ന്. ഈ ശബ്ദത്തിനൊരർത്ഥമുണ്ടെന്നാ പറയുന്നത്. മേ, അതിന്റെ അർത്ഥം ഞാനെന്നാ. അതിന്റെ അർത്ഥം ഞാൻ എന്നാണ്. നോക്കൂ, ഈ ഞാനെന്ന് പറയുന്ന ഭാവമാണ് ശിരസില്ലാതാക്കി കളഞ്ഞത്. പുനർജനിച്ചു, പക്ഷെ അപ്പോഴും അറിയാതെ ഞാനെന്ന് പറയുക. അതിരുദ്രത്തിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടില്ലേ മന്ത്രം ജപിക്കുന്ന ഓം പഞ്ചമേ മയച്ചമേ പ്രിയഞ്ചമേ അമഞ്ചമേ. ഈ ഞാനെന്ന് പറയുന്ന ഭാവം വിട്ടുപോകാൻ വലിയ പാടാണെന്നേ. ശിരസ് പോയിട്ടും അത് പോയില്ല. അപ്പൊ ഞാനെന്ന് പറയുന്ന ഭാവം അല്ലെങ്കിൽ എൻ്റേതെന്ന് പറയുന്ന ഭാവം എങ്ങനെയാണ് ഒരു ജീവന് ദോഷകരമായിട്ട് മാറുന്നതെന്നാണ് ഈ കഥ പറയുന്നത്. ഞാനെന്ന് പറയുന്ന ഭാവമാണ് ആ ദക്ഷന്റെ നാശത്തിൽ കലാശിച്ചത്. എൻ്റേത് എന്നുള്ള ഭാവം സതീദേവിക്കും ഉണ്ടായി. എൻ്റേത് എന്നുള്ള ഭാവം ഉണ്ടായി. എൻ്റെ പിതാവ് നടത്തുന്ന യാഗം അല്ലെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മോചനം നേടാൻ സാധിക്കില്ല. അപ്പൊ ഞാനിവിടുത്തെ സപ്താഹ വേദിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്, മുന്നിൽ കുറെ അമ്മമാര്
പുഷ്പങ്ങൾ കൊണ്ടുവച്ചു. ഞാൻ ചോദിച്ചു ഇത് ആരാ കൊണ്ടുവന്നേ? ഉടനെ അവിടെ നിന്ന് കൈവക്കിട്ട് പറഞ്ഞു ഞാനാന്ന്. ഈ മുന്നിലിരിക്കുന്ന ഭാഗവതം ആരുടെയാണെന്ന് ചോദിച്ചു. എൻ്റെയാന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ സമർപ്പണത്തിൽ പോലും ഈ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവമുണ്ട്. അതറിയാതെ സംഭവിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷമുണ്ടാകുന്നില്ല. പക്ഷേ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തിൽ നിന്ന് നമ്മൾ ആരും അന്യരല്ല. അത് ദക്ഷന്റെ നാശത്തിന് വഴിയൊരുക്കി, സതീദേവിയുടെ വിരഹത്തിന് വഴിയൊരുക്കി. അപ്പൊ അവർ രണ്ടുപേരും ആ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തിന്റെ ഇരകളായിട്ട് മാറുന്നു. ഇനി നോക്കൂ, പരമ്പൊരുളായിട്ടുള്ള ഭഗവാനും ദുഃഖം അനുഭവിക്കുന്ന നമ്മൾ കാണുന്നത് അല്ലെ. ആ സതീദേവിയെ പിരിഞ്ഞ് എത്രയോ സംവത്സരക്കാലം ഭഗവാൻ ആ യോഗ സമാധിയില് ജീവിച്ചു. അപ്പോൾ പരമ്പൊരുളായിട്ടുള്ള ഭഗവാൻ പോലും ആ ഭാവത്തിന്റെ ഇരയായിട്ട് മാറുന്നു, ദുഃഖം അനുഭവിക്കുന്നു. ഇതാണ് ദക്ഷയാഗം എന്ന് പറയുന്ന ആ പ്രകരണം. വൈഷ്ണവഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഭാഗവതത്തില് മഹാദേവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രകരണം രചിച്ചിട്ടുള്ളത്. വളരെ ബൃഹത്തായിട്ട് തന്നെ ഭാഗവതത്തില് ഇത് വർണ്ണിക്കുന്നുണ്ട്, ഈ കഥ വർണ്ണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രഹ്മസങ്കല്പത്തില് ഈ ഭാവങ്ങളെല്ലാം തന്നെ സഗുണോപാസനാഭാവങ്ങളാണ്. അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നു, നാമങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ നിർഗുണഭാവത്തില് ഇതെല്ലാം ഒന്ന് തന്നെ. ശൈവവും വൈഷ്ണവവും ബ്രാഹ്മവും എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഈ പ്രകരണം പറയുന്നത്. എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയം അവസാനിക്കാറായി. ബാലകൃഷ്ണൻ നായർ സാറൊക്കെ കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് വന്നിരിക്കുക അല്ലേ. ഇവിടെ ഒരുപാട് പേര്, എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട് ഈ ആലപ്പുഴ പ്രദേശത്ത്, അമ്പലപ്പുഴയിലും ഒക്കെ. 2 വർഷത്തിന് മുൻപിട്ട് ഒരു നവരാത്രി കാലത്ത് ഇവിടെ നവാഹ യജ്ഞത്തിൻ്റെ ആചാര്യനായിരുന്നു. 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴാണ് വീണ്ടും വരുന്നത്. ഇപ്പം പരിചയമുള്ള പല മുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക്, ഭാരവാഹികൾക്കൊക്കെ അറിയാം എന്നെ. പക്ഷെ അമ്മമാർക്കൊക്കെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്നാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ സത്രത്തിൽ ഒരു പ്രഭാഷകനായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം സാറൊക്കെ നേതൃത്വം കൊടുത്ത അമ്പലപ്പുഴ സത്രത്തിന് ശേഷം അതിഗംഭീരമായിട്ടുള്ള ഒരു സത്രമാണ്. സംഘാടന മികവുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സത്രം, സംഘാടന മികവ് കൊണ്ട് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സത്രം. ഇത്തരത്തിലുള്ള ഒരു സത്രത്തിന് വേദിയാകാൻ മാറൻകുളങ്ങര ദേവീക്ഷേത്രത്തിന് സാധിച്ചു. അത് ജന്മജന്മാന്തര പുണ്യമാണ്. ഇതിൻ്റെയൊക്കെ ഭാഗഭാക്കാക്കുന്നത്, പങ്കാളികളാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടുത്തെ അമ്മമാരുടെ, ഭദ്രയും ദുർഗയും, ആ നവരാത്രി കാലത്ത് 9 ദിവസങ്ങളിൽ ദേവീ കഥകൾ പറയുകയും നിത്യേന ദർശനം നടത്താനും ഒക്കെ സാധിച്ചു. ഒരു വലിയൊരു പുണ്യമുണ്ട്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ മാറൻകുളങ്ങര അമ്മമാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം 2019 ആദ്യമായിട്ട് എന്നെ ഈ സത്രവേദിക്ക് പരിചയപ്പെടുത്തുന്നത് ആദരണീയനായിട്ടുള്ള നാരായണസ്വാമിയാണ്. പിന്നീട് തുടർച്ചയായിട്ട് എല്ലാ സത്രങ്ങളിലും, കോവിഡ് കാലത്ത് നടന്ന ഓൺലൈൻ സത്രങ്ങൾക്ക് ഉൾപ്പെടെ, നാരായണീയ സത്രം ഉൾപ്പെടെ എല്ലാ സത്രങ്ങളിലും പങ്കെടുക്കാനും വിഷയം അവതരിപ്പിക്കാനും ഒരു നിയോഗമുണ്ടായി. അതുപോലെ തന്നെ സത്രസമിതിയിലെ ഭാരവാഹികളായിട്ടുള്ള സോമൻ ചേട്ടൻ, ശ്രീനി ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ടായി. ഇതൊക്കെ ആദരണീയമായിട്ടുള്ള സ്വാമിയിൽ കൂടിയാണ് സാധിച്ചത്.
അദ്ദേഹത്തോട് ഒരു നന്ദിയിലൊന്നും ഒതുക്കാൻ സാധിക്കുന്നതല്ല. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റ് ഭാരവാഹികൾക്ക്, അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ ഗോപൻ ചേട്ടൻ, അദ്ദേഹമാണെന്ന് തോന്നുന്നു എൻ്റെ കൺവീനർ അല്ലേ, ജനറൽ കൺവീനർ ഗോപൻ ചേട്ടൻ. ഞാൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്നെ മനസ്സിലായി, ശ്രീത്തെ ചെന്ന് ആഹാരം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മളെ ഒന്നും മറന്നിട്ടില്ല 2 വർഷം കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിന്, അതുപോലെ ബിന്ദുസാരൻ ചേട്ടന്, മറ്റമ്മമാർക്ക് ആ 9 ദിവസം ആഹാരമൊക്കെ വിളമ്പി തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവരൊക്കെ ഇപ്പോഴും അവിടെ ഊട്ടുപുരയിൽ നിൽക്കുന്നുണ്ട്. വലിയ സന്തോഷമാണ്. ചില ഓർമ്മകൾ വീണ്ടും കടന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. കായേന വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.